പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പലർക്കും അത് ഇഷ്ടപ്പെടാം, പലർക്കും അത് ഇഷ്ടപ്പെടാതെ ഇരിക്കാം. എന്നാലും ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. നമ്മളെ കുട്ടികളെ വളർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. ആ സമ്പ്രദായത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കുട്ടിക്ക് എന്താ ഏതാന്ന് പോലും അറിയത്തില്ല. കാര്യം ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയത്തില്ല. ഒരു മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയത്തില്ല. അത് നമുക്കുള്ള വളർത്തുദോഷം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം. എങ്കിലേ ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് കുറച്ച് വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി തിരിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ. ഒരിക്കലും അത് അനുസരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തുമില്ല, അവർ ചെയ്യത്തുമില്ല, മെനക്കെടത്തുമില്ല. കാര്യം എത്രത്തോളം സുഖം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും തോറും ആ കുട്ടികൾ വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുറെ വീട്ടിലെ കുറെ ജോലികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് നല്ല കാര്യമാണ്. ആ കുട്ടിയേക്കും ജീവിതത്തിൽ നല്ല ഭാവി ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികൾക്ക് ആ സമയത്ത് ചിലപ്പോൾ അത് വിരോധമായിട്ട് തോന്നുന്നാലും പിന്നീട് അവർക്ക് തന്നെ മനസ്സിലാവും, അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നത്, അത് ഞങ്ങൾക്ക് നല്ല കാര്യമായെന്ന് അവർക്ക് തന്നെ ചിന്ത വരുന്ന ഒരു ടൈം ഉണ്ടാവും. അതുവരെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കണം കാര്യങ്ങൾ. നമ്മൾ അത് ഓരോരോ ജോലികൾ ചെയ്തു കൊടുക്കാൻ പറയണം. കുറെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് സമയം എങ്കിൽ റെസ്റ്റ് ടൈമും കൊടുക്കണം, അവർ മൊബൈൽ കളിക്കാൻ കൊടുക്കണം, TV കാണാനുള്ള ടൈം കൊടുക്കണം, എല്ലാത്തിനും ടൈം കൊടുക്കണം. പക്ഷെ വീട്ടു ജോലിക്കും നമ്മൾ അവർക്കൊരു ടൈം കൊടുത്ത് അത് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ദോഷമാണ്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം.